നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2023 കേരള PSC നടത്തിയിട്ടുള്ള ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് 9 കേട്ടോ. നമുക്ക് ഷോർട്ടായിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ റിപ്പീറ്റേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ നമ്മൾ 2024 കംപ്ലീറ്റ് ചെയ്തു, 2023 സെറ്റ് 9 എത്തി. അപ്പോൾ നിങ്ങൾ എക്സാം ആകുമ്പോഴേക്കൊക്കെ നല്ല രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10ൽ 10 മാർക്കും എന്ത് ചെയ്യാം, ഷുവറായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഗുണം എന്താണെന്നുള്ളത് നമ്മുടെ കൂട്ടുകാരൊക്കെ പഠിച്ചിരുന്ന കൂട്ടുകാരുടെയൊക്കെ താഴെ കമന്റുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഓരോ PSC എക്സാമിന്റെയും ഒരു ആസറ്റ് എന്ന് പറയുന്നത്. അത് നന്നായിട്ട് പഠിച്ചു മാറ്റുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. First question, which word in the passage is a synonym for the word original? Original എന്ന വേർഡിന്റെ synonym, അതേ മീനിങ് വരുന്നതിന്റെ എന്താ? ഒറിജിനൽ എന്ന് പറയുമ്പോൾ അതുല്യമായ അല്ലെ, അല്ലെങ്കിൽ പുതുമയുള്ള അല്ലെ, ഒറിജിനൽ ആണ്, ഫ്രഷ് ആണ് എന്ന് പറയും അല്ലെ, പുതുമയുള്ള എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ മീനിങ് ഏത് വരും? കറക്റ്റ് മീനിങ് ഏതാണ്? synonym for original എന്താണ് വരിക? ചെയ്ത് നോക്കണം നിങ്ങൾ. പ്രീവിയസ് ആയിട്ട് ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സിനോണിയംസ് 77 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള സിനോണിയംസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത സിനോണിയം എൻറ്റോണിയംസ് ഒക്കെ മാർക്ക് കിട്ടും കേട്ടോ. എൻറ്റോണിയംസ് ഇട്ടിട്ടുണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ടിട്ടുണ്ട്, ഇഫ് ക്ലോസ് ഇട്ടിട്ടുണ്ട്, ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട്, കുറേ ടോപ്പിക് വൈസ് ആയിട്ട് 5 വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള PSC എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തണം കേട്ടോ. ഏതാണ് വരിക? ഇൻജീനിയസ് കേട്ടോ. ഒറിജിനൽ എന്താണ്? ഇൻജീനിയസ്. ഓക്കെ, ഒറിജിനൽ പുതുമയുള്ള. ഓക്കെ, ഇൻജീനിയസ്. നെക്സ്റ്റ്, വിച്ച് വേർഡ് ഇൻ ദ പാസേജ് ഈസ് ആൻ ആന്റോണിയം? എക്സൈറ്റിംഗിന്റെ ആന്റോണിയം എന്താണ്? എക്സൈറ്റിംഗിന്റെ ആന്റോണിയം എന്താണ് മക്കളെ? എക്സൈറ്റിംഗ്. 4 ഓപ്ഷൻ വായിച്ചു നോക്കണം, ചെയ്തു നോക്കണം. എനിക്ക് ആൻസർ അറിയോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഓക്കെ, എന്താ? എക്സൈറ്റിംഗിന്റെ ഡ്രിയറി ആണ് കേട്ടോ. എന്താണ്? ഡ്രിയറി. ആന്റോണിയം വേർഡ് എക്സൈറ്റിംഗ് എന്താണ്? എക്സൈറ്റിംഗ്, ഡ്രിയറി. എക്സൈറ്റിംഗ് എന്താ? എക്സൈറ്റിംഗ് പറയുമ്പോൾ നമ്മൾക്കറിയാം ഉല്ലാസം അല്ലെ, ഉല്ലാസകരമായ ഓക്കെ ആണോടാ? ആവേശം അല്ലെ, ഉല്ലാസകരമായ അല്ലെങ്കിൽ ആവേശം അല്ലെ. ഒരു എക്സൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആവേശകരമായ എന്ന മീനിങ് ആണ്. അപ്പൊ ഡ്രിയറി എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? എന്താണ് ഡ്രിയറിന്റെ വരിക? നിരസം അല്ലെ, അതായത് ഉല്ലാസം എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ്? നിരസപരമായ. ഓക്കെ, നിരസപരം. ഓക്കെ, ഡ്രിയറി ട്ടോ. എക്സൈറ്റിംഗ് ഓപ്പോസിറ്റ് ഡ്രിയറി, എക്സൈറ്റിംഗ് ഓപ്പോസിറ്റ് ഡ്രിയറി. ഒറിജിനൽ സിനോണിയം ഇൻജീനിയസ്, ഒറിജിനൽ ഇൻജീനിയസ്. ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർഡ് ബിക്കം. ബിക്കമിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഏതാണ്? ബിക്കമിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബിക്കം. എന്താണ് വരിക? ബിക്കം. എന്താണ്? ബിക്കം തന്നെയാണ് അല്ലേ? ബിക്കം, ബിക്കെയിം, ബിക്കം അല്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബിക്കമിന്റെ ബിക്കം തന്നെയാണ് അല്ലേ? ബിക്കം, ബിക്കെയിം, ബിക്കം അല്ലേ? ബിക്കം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, fill in with appropriate auxiliary verb. ഇവിടെ ഡാഷ് തന്നിട്ടുണ്ട്, അവിടെ കറക്റ്റ് ഓക്സിലറി വെർബ് യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരോട് ഞാൻ പറയാണ്, നമ്മളിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ 2024 നമ്മൾ 10ാം ക്ലാസ് നിലവാരവും +2 ഡിഗ്രി ഒക്കെ നിലവാരം പഠിച്ചു അല്ലേ? ഇപ്പോൾ 2023 എത്തി. 2025 കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷിലെയും മലയാളത്തിലും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു ഇംഗ്ലീഷ് എങ്ങനെയായിരിക്കും PSCയുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. എത്ര ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റേഷൻ വന്നിരിക്കുന്നത്? നമുക്ക് കണ്ണു മടച്ചതിന് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നമ്മൾ പഠിച്ചിട്ട് പോയാൽ തന്നെ നമുക്ക് ഷുവർ ആയിട്ട് 9 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒരു അപ്പീലും ഇല്ല, അത് ഉറപ്പായ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന്റെ റൂൾ എന്താണ് അത് പറഞ്ഞു തരുന്ന സമയത്ത് അത് നന്നായിട്ട് അവിടെ ശ്രദ്ധിച്ച് അത് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് റിവിഷൻ ചെയ്ത് എന്ന വ്യക്തികൾക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. Either the students or their teacher dash responsible for this incident. ഇവിടെ എന്താണ്? either or ആണ് അല്ലേ? or either or
നൈദർ നോർ. നമ്മൾ അങ്ങനെയല്ലേടാ പഠിക്കുന്നത്, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ അല്ലേ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇത് സെന്റൻസിൽ ഉണ്ടെങ്കിൽ സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. ഇവിടെ ഐദർ ഓർ വന്നിട്ടുണ്ട്. അപ്പൊ ദ സ്റ്റുഡൻസ് ഒരു സബ്ജക്റ്റ് ആണ്, ദയർ ടീച്ചർ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ സെക്കൻഡ് സബ്ജക്റ്റ് ഏതാ, ദയർ ടീച്ചർ ആണ്. ഒരു വ്യക്തിയേ ഉള്ളൂ. അപ്പൊ ഓക്സിലറി വെർബും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. ഇവിടെ താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വെർബ്, ഈസ് ആണ് അല്ലേ. അപ്പൊ ഈസ് കേട്ടോ. Either the students or their teacher is responsible for this incident. വേഗം കണ്ടിട്ട് the students, ഒന്നിലധികം സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 6 എഴുതി വെച്ചാൽ തെറ്റുപെടും കേട്ടോ. സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. Which is the correct sentences that can be made by properly arranging these words. ഇവിടെ ഒരു വേർഡ് തന്നിട്ടുണ്ട്, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് സെന്റൻസ് ആക്കിയിട്ട് ഇതിനെ മാറ്റണം. എങ്ങനെ സെന്റൻസ് ആക്കാം, എങ്ങനെ ഇവിടെ കറക്റ്റ് സെന്റൻസ് ആക്കാം? ഏതാണ് ഇവിടെ കറക്റ്റ് സെന്റൻസ് നോക്കോ? ആൻസർ വന്നിട്ട് സി ആണ്. ഷീ വാസ്. ഫസ്റ്റ് നമുക്കറിയാം സബ്ജക്റ്റ് എന്തായാലും വരണമെന്നുള്ളത് നമുക്കറിയാലോ. നമുക്ക് എന്തായാലും സബ്ജക്റ്റ് എടുത്തു അല്ലെ. ഒന്നാമത്തെ ആള് സബ്ജക്റ്റ് വന്നു. രണ്ടാമത് എന്ത് കൊടുക്കണം നമ്മള്? ഓക്സിലറി വെർബ് കൊടുക്കണം. 2 അല്ലെ. ഷീ വാസ്, ഷീ വാസ് അവൾ ചെയ്തു, എന്ത് ചെയ്തു? ഡ്രസ്ഡ് അല്ലെ, ഡ്രസ്ഡ്. ഷീ വാസ് ഡ്രസ്ഡ് ഇൻ എ ഫാബുലസ് ഇന്ത്യൻ സിൽക്ക് ഗൗൺ. ഓക്കെ, ഇന്ത്യൻ സിൽക്ക് ഗൗൺ അല്ലെ, ഇന്ത്യൻ സിൽക്ക് ഗൗൺ കിട്ടും. ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു ആൻസർ തന്നെയാണ്. അടുത്തത്, വാട്ട് ഡസ് ദി അണ്ടർലൈൻഡ് ഇഡിയം മീൻ ദിസ് സെന്റൻസസ്. ഇവിടെ സ്പിൽ ദ ബീൻസ് പെട്ടെന്ന് കൂട്ടുകാർ ചെയ്യില്ല. ഞാനൊരു ക്ലൂ അടക്കം ഞാൻ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ സ്പിൽ ദ ബീൻസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാൻ ഇഡിയം ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക്. ഇഡിയം അതേപോലെ 5 വർഷം 2021 മുതൽ കേരള PSC നടത്തിയ 2025 വരെ നടത്തിയിട്ടുള്ള ഇഡിയം ഫുള്ളും ഒറ്റ ക്ലാസ്സിലായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അതിൽ സ്പിൽ ദ ബീൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ക്ലൂ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻസർ താഴെ കമന്റ് ചെയ്യണം കേട്ടോ മക്കളെ. അടുത്തത്, fill in with the appropriate preposition. It is the duty of the parents to provide dash children. Correct preposition ഏതാണ് വരിക അവിടെ? provide. provide കഴിഞ്ഞിട്ട് provide എന്താണ് ഇവിടെ? It is the duty of the parents to provide ആർക്ക് വേണ്ടിയിട്ടാണ്? ചിൽഡ്രന് വേണ്ടിയിട്ടാണ് അല്ലേ. ഫോർ അല്ലേ, ഫോർ വേണ്ടി അല്ലേ. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അല്ലെ, ആർക്കെങ്കിലും വേണ്ടി. ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാ? കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, ചിൽഡ്രന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഫോർ, വേണ്ടി എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഫോർ യൂസ് ചെയ്തിരിക്കുന്നത്. ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ കറക്റ്റ് സ്പെൽഡ് വേർഡ് ഏതാ? ഹയറാർക്കി അല്ലേ. എന്താ പറയൂ, ഏതാണ് കറക്റ്റ് സ്പെല്ലിങ്? ബി ആണ് അല്ലേ. HIER ARCHY. HIER HI ആണ്. HIER HIER പഠിച്ചെന്ന് വെക്കണം കേട്ടോ. HIER ARCHY. നെക്സ്റ്റ്, my brother rejected a job offer from an organization as the pay was too low. ഇവിടെ റിജക്റ്റഡ് അല്ലേ, റിജക്റ്റഡ് എന്ന വേർഡ് തന്നിട്ടുണ്ട്. അതിന്റെ ഫ്രേസൽ വെർബാണ് ചോദിച്ചിരിക്കുന്നത്. റിജക്റ്റഡ് പറയുമ്പോൾ നിരസിച്ചു അല്ലെ, നിഷേധിക്കുക എന്നൊക്കെ വരും. അപ്പൊ ഇവിടെ നിഷേധിച്ചു എന്ന അർത്ഥത്തിൽ ഏത് വരും? ടേൺ ഡൗൺ ആണ് അല്ലെ. നിഷേധിച്ചു എന്ന അർത്ഥത്തിൽ ഫ്രേസൽ വെർബ് വരുന്നത് ഏതാണ്? ടേൺ ഡൗൺ കേട്ടോ, ടേൺ ഡൗൺ. നെക്സ്റ്റ് വൺ, ദ പ്രിൻസിപ്പൽ വാസ് കൺഗ്രാറ്റുലേറ്റിംഗ് അവർ ക്രിക്കറ്റ് ടീം അല്ലേ. പ്രിൻസിപ്പൽ എന്ത് ചെയ്തു? അവരുടെ ക്രിക്കറ്റ് ടീമിനെ എന്ത് ചെയ്തു? കൺഗ്രാറ്റുലേറ്റ് ചെയ്തു അല്ലെ, അവർ അല്ലേ. അപ്പൊ അതിന്റെ പാസീവ് ഫോം എന്ത് വരും? അതിന്റെ പാസീവ് ഫോം ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിൽ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നതിനെ. അവർ ക്രിക്കറ്റ് ടീമിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അവർ ക്രിക്കറ്റ് ടീം, ഞങ്ങളുടെ ക്രിക്കറ്റ് ടീം, ക്രിക്കറ്റ് ടീമാണ് അല്ലെ, ഒരു കൂട്ടമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്നിട്ട് എന്ത് വരണം? അവർ ടീം, അവർ ക്രിക്കറ്റ് ടീം വാസ്, അവർ ക്രിക്കറ്റ് ടീം വാസ്. പിന്നെയോ ഏതാണ് ആൻസർ വരിക? അവർ ടീം, അവർ പറയൂ. ഇവിടെ കറക്റ്റ് പാസീവ് ഫോം തന്നിട്ട് നിങ്ങൾ ഓപ്ഷൻ എന്ത് ചെയ്യണം? വീഡിയോ പോസ് ചെയ്യണം, ചെയ്ത് നോക്കണം. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലാതെ ഞാൻ പറയുന്നത് കേട്ടു അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ എക്സാം ഹാൾ ചെയ്യാൻ പറ്റില്ല. ഏതാ വരിക? ഡി ആണ് അല്ലേ. അവർ ടീം അല്ലേ, അവർ ടീം വാസ്
ബീയിങ് ഇവിടെ കൺഗ്രാറ്റുലേറ്റിംഗ് ING ഫോം ഉണ്ട് അല്ലേ, ഇവിടെ ING ഫോം ഉണ്ട്. അപ്പൊ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബീയിങ് ചേർത്തിട്ട് കൺഗ്രാറ്റുലേറ്റിംഗിന് V3 ഫോമിൽ കൺഗ്രാറ്റുലേറ്റഡ് ബൈ ദ പ്രിൻസിപ്പൽ. അവർ team was being congratulated by the principal. അടുത്തത് fill in with appropriate question tag. Tom has never won a prize. തന്നിട്ടുള്ള സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ആദ്യം നോക്കണം, എന്നിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കടക്കാൻ. തന്നിട്ടുള്ളത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലേ, കാരണം ഇവിടെ നെവർ എന്നൊരു വേർഡ് ഒറ്റ നോട്ടത്തിലില്ല അല്ലെ, നോട്ട് അങ്ങനെയുള്ളതൊന്നും ഇല്ല. പക്ഷെ നെവർ എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡിലീഷൻ ചെയ്ത് വിടാം. ഇനി പോസിറ്റീവ് നോക്കൂ, ഇവിടെ ആൻസർ ചെയ്ത് വരും. ഹാസ് ഇവിടെ ഉണ്ട് അല്ലെ, ഹാസ് ടോം അറിയോ? ഇല്ല അല്ലെ, അവനാണ് അല്ലെ, ഹാസ് ഹി. fill in the appropriate tense. My best friend dash up early every morning. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും എന്ത് ചെയ്യും? ഏർലി മോർണിംഗില് എണീക്കും അല്ലേ. അപ്പൊ എങ്ങനെ വരിക? എപ്പോഴും എണീക്കുന്നതാണോ? ഒരു ദിവസം എണീക്കുന്നതാണോ? അതോ ഇന്നലെ എണീച്ചതാണോ? നാളെ എണീക്കുന്നതാണോ? അല്ല, എപ്പോഴും ഉള്ള ഒരു ദിനചര്യയാണ് അല്ലെ. അപ്പൊ വേക്സ് അല്ലെ, മൈ ബെസ്റ്റ് ഫ്രണ്ട് വേക്സ് up early every morning. Correct the following sentence. The police officer attended duty despite of his illness. The police officer attended duty despite of his illness. Correct the follow. തന്നിട്ടുള്ള സെന്റൻസിൽ കറക്റ്റ് സെന്റൻസ് പറയൂ. എന്താണ്? രോഗം ഉണ്ടായിരുന്നിട്ട് പോലും എന്ത് ചെയ്തു? ഉദ്യോഗത്തിന് അദ്ദേഹം അല്ലെ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് എങ്ങനെ ചെയ്യണം? എങ്ങനെയാണ് ആൻസർ വരിക? സി ആണ് കേട്ടോ. ആൻസർ ഏതാണ്? സി. ദ പോലീസ് ഓഫീസർ അറ്റൻഡഡ് ഡ്യൂട്ടി ഡെസ്പൈറ്റ് ഹിസ് ഇൽനെസ് കേട്ടോ, ഡെസ്പൈറ്റ് ഹിസ് ഇൽനെസ്. ഓക്കെ ആണോ? ഫോം ഓഫ് ദി ഫോളോയിങ് സെന്റൻസസ്. തന്നിട്ടുള്ള സെന്റൻസിനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാനാണ്. ഐ ആം സ്റ്റാർട്ടിംഗ് ദിസ് പ്രൊജക്ട് ഫ്രം ടുമോറോ സെഡ് ദ മാനേജർ. ദ മാനേജർ. അപ്പൊ ആൻസർ എന്ത് വരും? ബി ആണ് അല്ലെ. ദ മാനേജർ സെഡ് അല്ലെ, ദ മാനേജർ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അടുത്ത ഓക്സിലറി എന്തായിരിക്കണം? പാസ്റ്റിലുള്ള ഫോം ആയിരിക്കണം. The manager said that he was starting this എന്തായി മാറണം? that ആയി മാറണം അല്ലേ, that project from the tomorrow നാളെ എന്നുള്ളത് എന്തായിരിക്കണം? next day ആക്കിയിട്ട് മാറ്റണം. അപ്പൊ ഇതിവിടെ the manager said അത് എഴുതി അല്ലേ. the manager said പിന്നെ റിപ്പോർട്ടർ സ്പീച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ദാറ്റ് ചേർക്കണം. ദാറ്റ് എന്ത് ചെയ്തു? ഹീലെ അവൻ പറഞ്ഞു അല്ലെ. ഹി വാസ് ഇവിടെ സെഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സെന്റൻസും എന്തായിരിക്കണം? പാസ്റ്റ് ഫോമിലുള്ള സിംഗുലർ വെർബ് ആയിരിക്കണം. ഹി വാസ് സ്റ്റാർട്ടിങ് ദിസ് ദാറ്റ് ആയി മാറി. പ്രൊജക്ട് ഫ്രം ദ നെക്സ്റ്റ് ഡേ. അപ്പൊ ഇതിലും നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ഇപ്പൊ ഈ ഗ്രാമറുകളൊന്നും നോക്കാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ടുമാറോ എന്നുള്ളത് ടുമാറോ എന്ന് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഡിലീഷൻ ചെയ്തു. കണ്ടോ? ടുമാറോ എന്ന് പറയുമ്പോൾ നാളത്തെ കാര്യമാണ്. നാളത്തെ കാര്യം എങ്ങനെ ഇന്നലത്തെ കാര്യമായിട്ട് മാറിയ? പ്രീവിയസ് ഡേ പറയാൻ പറ്റുമോ? ഇല്ല. കണ്ടോ? നെക്സ്റ്റ് ഡേ. ഒറ്റ ആൻസർ നോക്കിയാൽ മതി. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. കറക്റ്റ് ആർട്ടിക്കിൾ ചേർത്തിട്ട് ചെയ്തു. അറിയാം അല്ലെ, ആർട്ടിസ്റ്റ് അല്ലെ, ആർട്ടിസ്റ്റിനെ കുറിച്ചിട്ട് ഇവിടെ പറയാണ് അല്ലെ. അപ്പൊ തന്നെ നമുക്കറിയാം ഒരു എന്താണ്? ഒരു നിർദ്ദിഷ്ട കാര്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, ദ ആർട്ടിസ്റ്റ് എന്താണ്? ദ ആർട്ടിസ്റ്റ് ഡ്രൂ എന്താ? അല്ലെ, എ ലൈഫ് സൈസ്ഡ് പോർട്രേറ്റ് ഓഫ് ജവഹർലാൽ നെഹ്റു. ഓക്കെയാണോ? ദയും വരും എയും വരും അല്ലെ. ആർട്ടിക്കിൾ ഏതാണ്? ദ എ.
അടുത്തത് fill in the appropriate form of the verb. If she started earlier, ഇവിടെ had ഒന്നുമില്ല, started എന്ന് മാത്രമേ ഉള്ളൂ. would അല്ലേ, would വരണം, would have ഒന്നും വരാൻ പാടില്ല അല്ലേ. അപ്പൊ ഇവിടെ വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏതാ? would not. If she started earlier, she dashed the flight. Answer ചെയ്യൂ. ഏതാ വരിക ആൻസർ? ഡി ആണ് അല്ലേ, ഡി ആണ്. വുഡ് നോട്ട് മിസ്. ഇവിടെ ഹാവ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ. ഇഫ് ഷീ ഹാഡ് ആണെങ്കിൽ, ഹാഡ് സ്റ്റാർട്ടഡ് ആണെങ്കിൽ ഇവിടെ നമുക്ക് വുഡ് നോട്ട് ഹാവ് മിസ്ഡ് എന്ന് എഴുതാം. പക്ഷെ ഇവിടെ ഹാഡ് ഒന്നുമില്ല, V3 ഫോം മാത്രമേ ഉള്ളൂ, V2 ഫോം മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടഡ് ആകുമ്പോൾ വുഡ് നോട്ട് മിസ്. See the following passage. Identify the words which need capitalization. The Gandhis belonged to the Baniya caste and seem to have been originally grocers. But for 3 generations from my grandfather, they have been prime ministers in several Kathiawar states. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? Identify the words which need capitalization. അപ്പൊ ഏതാ ഇവിടെ കറക്റ്റ് വരിക? ബി ആണ് കേട്ടോ. ദ ഗാന്ധിസ് ബനിയ ബട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് കത്തിയവാഡ് സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസിങ് ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ ചേർത്തിട്ട് എന്ത് ചെയ്യണം? അത് സെന്റൻസിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെന്റൻസ്: ഐ സജസ്റ്റ് യു ഗെറ്റ് യുവർ വാക്സിനേഷൻ ഇഫ് യു ആർ ഗോയിങ് അബ്രോഡ്. ഇഫ് ക്ലോസ്ഡ് സെന്റൻസ് എഴുതുന്ന പോലെ എഴുതി വെച്ചാൽ മതി ഇതിൽ കേട്ടോ. ഐ സജസ്റ്റ് യു ഗെറ്റ് യുവർ വാക്സിനേഷൻ ഇഫ് യു ആർ ഗോയിങ് എബ്രോഡ്. ഇവിടെ ആൻസർ ഏതാണ്? സി ആണ്. യു ഹാഡ് ബെറ്റർ. അപ്പോൾ ഹാഡ് ബെറ്റർ ചേർത്തിട്ട് റീറൈറ്റ് ചെയ്യുന്നത് യു ഹാഡ് ബെറ്റർ get your vaccination if you are going abroad. അപ്പോൾ ഹാഡ് ബെറ്റർ ചേർക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? യു ഹാഡ് ബെറ്റർ. കണ്ടോ? യു ഹാഡ് ബെറ്റർ ഗെറ്റ് യുവർ വാക്സിനേഷൻ ഇഫ് യു ആർ ഗോയിങ് അബ്രോഡ്. നെക്സ്റ്റ് വൺ. Combine the following sentences. David is a friend of the chairman, so he is often invited to official gatherings. David is a friend of the chairman, so he is often invited to official gatherings. ആൻസർ വന്നിട്ട് ഏതാ? ഡി ആണ് കേട്ടോ. ബീയിങ് എ ഫ്രണ്ട് ഓഫ് ദി ചെയർമാൻ, ഡേവിഡ് ഈസ് ഓഫൺ ഇൻവൈറ്റഡ് ടു ഒഫീഷ്യൽ ഗാദറിംഗ്സ്. ബീയിങ് എ ഫ്രണ്ട് ഓഫ് ദ ചെയർമാൻ, ബീയിങ് എ ഫ്രണ്ട് ഓഫ് ദി ചെയർമാൻ, ഡേവിഡ് ഈസ് ഓഫൺ ഇൻവൈറ്റഡ് ടു ഒഫീഷ്യൽ ഗാദറിംഗ്സ്. റീറൈറ്റ് ദീസ് സെന്റൻസസ് യൂസിങ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്തിട്ട് സെന്റൻസ് എങ്ങനെ എഴുതാം നമുക്കറിയാം. നോട്ട് ഓൺലി ബട്ട് ഓൾസോ എഴുതുമ്പോൾ നമ്മൾ അറിയാം സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം അല്ലേ. മൈ അങ്കിൾ ഈസ് അരോഗന്റ്, ഹി ഈസ് സെൽഫിഷ് ടു. എങ്ങനെ എഴുതാം? ആൻസർ ഏതാ വരുന്ന? എ ആണ് കേട്ടോ. മൈ അങ്കിൾ ഈസ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്തിട്ട് സെന്റൻസ് എങ്ങനെ എഴുതുക? ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് എടുത്തു. മൈ അങ്കിൾ ഈസ്, മൈ അങ്കിൾ സബ്ജക്റ്റ് വന്നു, ഓക്സിലറി വെർബ് എഴുതി, എന്നിട്ട് നോട്ട് ഓൺലി എഴുതി. ഓക്കെ, ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതി, പിന്നെ എന്ത് എഴുതി? ഓക്സിലറി വെർബ് എഴുതി, എന്നിട്ട് നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നോട്ട് ഓൺലി എഴുതി, എന്നിട്ട് ബാക്കി സബ്ജക്റ്റ് എഴുതു ആരോഗന്റ്, എന്നിട്ട് വീണ്ടും സബ്ജക്റ്റ് ഓക്സിലറി എഴുതാൻ പാടില്ല. നോട്ട് ഓൺലി എഴുതി, പിന്നെ എന്ത് എഴുതണം? ആരോഗന്റ് അല്ലേ, ആരോഗന്റ് എന്ന് എഴുതി, എന്നിട്ട് എന്ത് എഴുതി? ബട്ട് ഓൾസോ.
but also പിന്നെ എന്ത് എഴുതണം സെൽഫിഷ് ട്ടോ സെൽഫിഷ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം സബ്ജക്റ്റ് എഴുതുക. മൈ അങ്കിൾ എഴുതി, എന്നിട്ട് ഓക്സിലറി വെർബ് എഴുതി, എന്നിട്ട് നോട്ട് ഓൺലി ബട്ട് നോട്ട് ഓൺലി എഴുതി, എന്നിട്ട് ആരോഗ്യന്റ് അല്ലെ ആരോഗ്യന്റ് എഴുതി, പിന്നെയും വീണ്ടും സബ്ജക്റ്റും ഗ്രാമറൊന്നും ഓക്സിലറി ഒന്നും കൊണ്ട് എഴുതാൻ പാടില്ല. എന്നിട്ട് അതിന്റെ ബാലൻസ് ആയിട്ടുള്ള ബട്ട് ഓൾസോ എഴുതി, എന്നിട്ട് സെൽഫിഷ്. നമുക്കിനി മലയാളത്തിലേക്ക് കടക്കാം. താഴെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പദം ഏതാണ്? അപ്പൊ 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു കേട്ടോ. തഥാഗതൻ ഏതാ അതിലെ കറക്റ്റ്? തഥാഗതൻ എ ആണ് കേട്ടോ. തഥാഗതൻ ഏതാണ്? തഥാഗതൻ. ഈ തഥാഗതനില് തായിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ താ തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. തഥാഗതൻ കണ്ടോ. നെക്സ്റ്റ്, ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിന്റെ മലയാള രൂപം എന്താണ്? ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്താണ്? അർദ്ധ ഔദ്യോഗിക കത്ത് കേട്ടോ. അർദ്ധ ഔദ്യോഗിക കത്ത്. വിശേഷേണ വിടർന്നത് എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം. വിശേഷേണ വിടർന്നത് എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം വ്യാഘോഷമാണ് കേട്ടോ. എന്താണ്? വ്യാഘോഷം. ചിവീടിന്റെ പര്യായ പദം എഴുതുക. ചിവീടിന്റെ പര്യായ പദം എഴുതുക. ചിവീട് എന്ന അർത്ഥം വരുന്ന അതേ പദം ഏതാണ്? ചില്ലിക. എന്താണ്? ചില്ലിക. സൈരന്ധ്രി എന്ന വാക്കിന്റെ അർത്ഥം? സൈരന്ധ്രി അണിയിച്ചൊരുക്കുന്നവൾ. എന്താണ്? സൈരന്ധ്രി എന്ന വാക്കിന്റെ അർത്ഥം അണിയിച്ചൊരുക്കുന്നവൾ. പ്രാക്തനം എന്ന പദത്തിന്റെ വിപരീതം? പ്രാക്തനം. അധുനാതനം. പ്രാക്തനത്തിന്റെ വിപരീതം അധുനാതനം. അധുനാതനം. മണല് കൊണ്ട് കയറ് പിരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? മണല് കൊണ്ട് കയറ് പിരിക്കുക. വിഡ്ഢിത്ത പ്രവൃത്തി ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം? ബി ആണ്. പുരാതന കവിത്രയം. കവിത്രയങ്ങൾ എന്ന് വേണ്ട. കവിത്രയം എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറലായി. പിന്നെയും ങ്ങൾ എന്നുള്ള പദം വേണ്ട. പുരാതന കവിത്രയം. ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക് എന്നതിന്റെ ശരിയായ മലയാള അർത്ഥം എന്ത്? ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക്. മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല. മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അടിവരയിട്ട പദത്തിന് സമാനമായ പദം ദുഗ്ധം. ദുഗ്ധം. മാതാവിൻ വാത്സല്യ ദുഗ്ധം പയസ്സാണ് അല്ലെ. എന്താണ്? പാല് അല്ലെ. മാതാവിൻ വാത്സല്യ പയസ് നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. ഓക്കെ, രണ്ടും 20 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ മക്കളെ. മൊത്തം 40 ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീലിംഗ രൂപം ഏത്? സ്ത്രീലിംഗ രൂപം വിദുഷി അല്ലെ. വിദ്വാൻ, വിദുഷി എന്ന് പറയില്ലേ നമ്മൾ. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക. തൺ പ്ലസ് താർ തണ്ടാർ. തൺ പ്ലസ് താർ തണ്ടാർ. അബ്ജദലാക്ഷൻ ഘടകപദമാക്കുക. അബ്ജദലാക്ഷൻ. അബ്ജം അല്ലെ. അബ്ജദളാക്ഷൻ. ദളം ഇല. അബ്ജം എന്ന് പറയുമ്പോൾ തന്നെ കിട്ടും. ഇതാണ് ഡി ആണ് അല്ലെ. അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ. അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ അബ്ജദളാക്ഷൻ. ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്ന അർത്ഥം വരുന്ന ചൊല്ല് ഏതാണ്? കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. എൻഡോഴ്സ്മെന്റ് അല്ലെ എന്ന വാക്കിന് പകരം പറയാവുന്ന മലയാള പദം? എൻഡോഴ്സ്മെന്റ്. മേലെഴുത്ത് കേട്ടോ. മേലെഴുത്ത്. നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർഭകരൌഷധങ്ങൾ താൻ. അടിവരയിട്ട പദത്തിന്, അതായത് അർബകർ, പകരം പറയാവുന്ന പദം.
മട്ടർബഘൗരഷധങ്ങൾ. അതില് അർഭകർ എന്താണ് ഇവിടെ കറക്റ്റ് വരുന്നത്? അതിന് പകരം പറയാവുന്ന പദം. അർഭകർ പറഞ്ഞാൽ ആരാ? കുട്ടികളാണ് കേട്ടോ, കുട്ടികൾ. ഇനി കുട്ടികൾക്ക് പകരം അർഭകർ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് പറഞ്ഞു നോക്കൂ കേട്ടോ. അർഭകർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഡി ആണ് കേട്ടോ. കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താദാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത്. കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താദാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത്. നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യൻ തെറ്റ് വരാൻ കാരണം എന്താണ്? ചില പരിപാടികൾ വീണ്ടും പുനഃസംപ്രേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും ചെയ്യുക എന്നതാണ് അല്ലെ. പിന്നെ എന്തിനാ വീണ്ടും? രണ്ടും വീണ്ടും വീണ്ടും എന്ന അർത്ഥം വന്നു. പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം. പെട്ടെന്നുണ്ടാകുന്നത് തന്നെയാണ് ആകസ്മിക സംഭവം. പെട്ടെന്നുണ്ടാകുന്നതും ഒരേ അർത്ഥം തന്നെയാണ്. ആകസ്മിക സംഭവം എന്ത് തന്നെയാണ്? പെട്ടെന്ന് എന്നുള്ള അർത്ഥം തന്നെയാണ്. അത് വേണ്ട. ഓരോരോ മാസം തോറും. ഓരോരോ മാസം എന്തിനാണ് അല്ലേ? മാസം തോറും എന്നും പോരെ. പിന്നെന്തിനാ ഇവിടെ ഓരോരോ? വേണ്ട. അപ്പൊ ഇതൊക്കെ തെറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചന പദം ഏത്? അല്ലേ, നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 70-80 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറോളം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു 80 ക്വസ്റ്റ്യൻ പേപ്പറോളം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇംഗ്ലീഷും മലയാളവും എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ അലിംഗ ബഹുവചനം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. അലിംഗ ബഹുവചന പദം, സല്ലിംഗം, പൂജക ബഹുവചനം എപ്പോഴും ചോദിക്കുന്നതാണ്. ബി ആണ് കേട്ടോ. അഭിഭാഷകർ. അഭിഭാഷകർ പറയുമ്പോൾ സ്ത്രീകളും ഉണ്ടാവും പുരുഷന്മാരും ഉണ്ടാവും. പക്ഷെ അവിടെ ആരാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലെ. ലിംഗം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അത് അലിംഗ ബഹുവചനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദം ഡി ആണ് കേട്ടോ. അധപതനം. തെറ്റല്ലേ? നമ്മൾ അങ്ങനെയല്ലേ അധപതനം ഇത് അല്ലെ. ക്രിയാപദം ശരിയാണ്. മൃച്ഛകടികം, അടിമത്വം എന്താണ്? ശരിയായിട്ടുള്ള പദമാണ്. ശരിയായ പദച്ചേർച്ച ഏതാണ്? നോക്കൂ, പിരിച്ചു എഴുതിയിട്ടുണ്ട്, അതിന്റെ കൂട്ടുചേർത്തും എഴുതിയിട്ടുണ്ട്. തന്നിട്ടുള്ളത് ശരിയായത് എ ആണ് കേട്ടോ. എരി പ്ലസ് തി എരിതി. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 81/23 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് ചർച്ച ചെയ്തത്. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെ. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ, നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ അംഗമായിരിക്കും, അതിലൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. താങ്ക് യു.